അച്ഛൻ യു കെ വന്നിട്ട് എത്ര വർഷമായി? 17 വർഷം. എന്നിട്ട് ഇത്രയും നാളെ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുക്കാഞ്ഞേ? ഇന്ത്യൻസ് ആണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് എന്നും എപ്പോഴും അഭിമാനം തന്നെയാണ്. പിന്നെ നീയൊക്കെ എന്തിനാ പോയി ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തേ എന്ന് കമന്റ് ബോക്സിൽ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഞാനൊരു സ്റ്റോറി പറയട്ടെ. ഞങ്ങൾ യു കെയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ. അച്ചു 17 വർഷവും ഞാൻ 11 വർഷമായി. ഞങ്ങളുടെ കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി ബ്രിട്ടീഷ് പാസ്പോർട്ടുമാണ് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു യു കെ മാത്രമല്ല പല രാജ്യങ്ങളിലും പോയി ജോലി ചെയ്യണമെന്ന്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ. കാരണം റോണി ജനിച്ചു വളർന്നതും പഠിച്ചതും കുവൈറ്റിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം UAE പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിനേക്കാൾ 2 to 3 times ഡബിൾ സാലറിയാണ് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. ഇത് ഒരു നാഷണാലിറ്റിയും കുറച്ച് കാണിക്കുന്നതല്ല, അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് അച്ഛന് നിർബന്ധമായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ടിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, ജോലി കിട്ടണമെന്ന്. 15 വർഷമായിട്ട് അച്ഛൻ ഒരേ കമ്പനിയിലാണ് കേട്ടോ വർക്ക് ചെയ്തത്. അവിടെ അവർ പൊന്നുപോലെയാണ് നോക്കിയത്. അവിടെ ഒരു കുറവ് ഉണ്ടായിട്ടല്ല ഞങ്ങൾ മാറുന്നത്, പക്ഷെ എപ്പോഴും ഒരു ചേഞ്ച് ഒക്കെ നല്ലതല്ലേ. അങ്ങനെ അച്ഛൻ ആദ്യമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് ദുബായിലുള്ള കോണി എന്ന് പറഞ്ഞ കമ്പനി. ഒരു വർഷത്തിന് മുകളിലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആയിരുന്നു കേട്ടോ ഇത്. 6 to 7 months എടുത്തു അച്ഛൻ്റെ 10-12 റൗണ്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ ആദ്യം അറ്റൻഡ് ചെയ്ത കമ്പനിയിൽ തന്നെ അച്ഛൻ്റെ ഇന്റർവ്യൂ പാസ്സായി. കഴിഞ്ഞ നവംബർ 1st വീക്കോട് കൂടിയാണ് ഓഫർ ലെറ്റർ വന്നത്. നവംബർ 2nd വീക്കോട് കൂടിയാണ് റെസിഗ്നേഷൻ കൊടുത്തത്. കമ്പനി റൂൾസ് പ്രകാരം അച്ഛന് 6 months നോട്ടീസ് പീരീഡ് ആയിരുന്നു. നമ്മുടെ കഥയിലെ ഹീറോ ഇപ്പൊ ഇന്ത്യൻ പാസ്പോർട്ടാണ് കേട്ടോ. ഈ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ടാണ് അച്ഛൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ഇന്റർവ്യൂ പാസ്സായതും ഓഫർ ലെറ്റർ കിട്ടിയതും. ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡറിന് എന്ത് പാക്കേജ് ആണോ കിട്ടുന്നത് അതേ പാക്കേജിൽ തന്നെ ചോദിച്ച കാര്യങ്ങളെല്ലാം അച്ഛൻ ആഗ്രഹിച്ചതുപോലെ കിട്ടി. പിന്നെ പുതിയ കമ്പനി ഇന്ത്യൻ പാസ്പോർട്ട് മാറ്റി ബ്രിട്ടീഷ് ആക്കണമെന്ന് പറഞ്ഞിട്ടും ഇല്ല കേട്ടോ. അച്ഛൻ എപ്പോഴും എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഒരു അസോസിയേറ്റ് ഡയറക്ടർ പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് നവംബർ to May വരെ ചെയ്തു തീർക്കാനുള്ളതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്ത് എത്ര പ്രൊഫഷണലിസത്തോടും കൂടിയും കമ്മിറ്റ്മെന്റോടും കൂടിയാണ് അച്ഛൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. ഇവിടെ നാഷണാലിറ്റി കൊണ്ടോ പാസ്പോർട്ട് കൊണ്ടോ അല്ല അച്ചു ആഗ്രഹിച്ചതുപോലെ UAE ജോലി കിട്ടിയത്. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ, ഹാർഡ് വർക്കും കമ്മിറ്റ്മെന്റും ഉണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം തക്ക സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി നിങ്ങളെ കൊണ്ടെത്തിക്കും. ലാസ്റ്റ് വീക്കിലാണ് അച്ചുവിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിയത്. അതെടുക്കാനുള്ള റീസൺ ലെവിക്കുട്ടൻ ഓൾറെഡി ബ്രിട്ടീഷ് ആണ്. ഏതെങ്കിലും ഒരു കാലത്ത് അവന് UK വന്ന് പഠിക്കണം, ഞങ്ങൾക്കും അവന്റെ കൂടെ വരണം എന്നുണ്ടെങ്കിൽ PR ഇനഫ് അല്ല, എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ആകുമോ എന്ന് കരുതിയിട്ടാണ് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തത്. അപ്പൊ ഇവിടെ പാസ്പോർട്ടും നാഷണാലിറ്റി അല്ല മാറ്റർ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ആണ് യഥാർത്ഥ വിജയത്തിന്റെ ഹീറോ. അപ്പൊ ഈ കുട്ടി സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടേക്ക് കെയർ, ബൈ, ഗോഡ് ബ്ലെസ്.